ഗംഗാവലിപ്പുഴ അതിന്റെ പഴയ ഒഴുക്ക് വീണ്ടെടുത്തിരിക്കുകയാണ്. 2 നോട്ട്സിലേക്ക് ഗംഗാവലിപ്പുഴയുടെ ഒഴുക്കെത്തിയിട്ടുണ്ട്. വിസിബിലിറ്റി ഇപ്പോൾ വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അർജുനെ കണ്ടെത്താനുള്ള ശ്രമം തുടരണമെന്നാണ് അർജുന്റെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരാണെന്നും അഞ്ജു പറയുന്നു. പക്ഷേ അർജുൻ എവിടെ പോയി എന്നും അർജുന് എന്താണ് സംഭവിച്ചതെന്നും ഞങ്ങൾക്കറിയണം. എല്ലാരും വേറെ ചിലതൊക്കെയാണ് പറയുന്നത്. കുറെ പേർ പറയുന്നത് അവന്റെ ലോറി തട്ടിക്കൊണ്ടുപോയതാണെന്നാണ്. കുറച്ചു പേർ പറയുന്നു അവൻ അപകടത്തിൽപ്പെട്ട് എവിടെയോ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും മറ്റു ചിലർ പറയുന്നത് അവൻ ലോറിയുമായി മുങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ്. പലരും പലതാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. എന്താണ് യാഥാർത്ഥ്യം എന്ന് ഉൾക്കൊള്ളാനും അവൻ അവിടെ തന്നെ ഉണ്ടെന്നും അവന്റെ വണ്ടി അവിടെയുണ്ടെന്നും അറിയാനുള്ള യാഥാർത്ഥ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതിനായി ഇറങ്ങി തിരിച്ചതെന്നും അർജുന്റെ സഹോദരി അഞ്ജു പറയുന്നു. അർജുന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അതിനൊരു വ്യക്തത വേണമെന്നാണ് അർജുന്റെ കുടുംബം ഇപ്പോൾ പറയുന്നത്. അമ്മയും അച്ഛനും എന്നും രാത്രി കരച്ചിലാണ്. എന്താ ഞങ്ങളുടെ മോന് പറ്റിയതെന്നും എന്റെ മോൻ എവിടെ പോയെന്നും ചോദിച്ച് അവർ കരച്ചിലാണ്. അച്ഛൻ പറയുന്നത് മോനെ നീ എപ്പോഴാ വരുന്നത്, അച്ഛൻ നിന്നെയും കാത്തിരിക്കുകയാണ് എന്നൊക്കെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ നീറുകയാണെന്നാണ് എന്റെ സഹോദരി പറയുന്നത്.